അല്ല, വല്ലതും വെച്ചുണ്ടാക്കാനൊക്കെ അറിയോ? എന്തെങ്കിലും പഠിച്ചീനാ? എവിടുന്ന്? ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. പിന്നെ കല്യാണം അടുപ്പിച്ചപ്പോ ചില പാചകങ്ങളൊക്കെ ഇങ്ങനെ നോക്കിന്നല്ലാതെ ഒന്നും തലേ കയറണൊന്നുമില്ല. നിങ്ങളെല്ലാം പഠിച്ചിട്ടാ വന്നത്? ഞാൻ വന്നപ്പോ ഒരു തക്കാളി കൂട്ടാൻ പോലൊക്കെ ഉണ്ടാക്കാൻ അറിയില്ല. ഒക്കെ ഇവിടെ വന്നിട്ടാ ഞാൻ പഠിച്ചത്, ഉമ്മാന്റെ കൂടെ നിന്നിട്ട്. ഉമ്മ ഏതും കാണിച്ചെന്ന് അങ്ങനെ പഠിച്ചതാ. ഇപ്പൊ ഉമ്മ പറയും, ഉമ്മ ഉണ്ടാക്കണേക്കായും ടേസ്റ്റ് കൂടുതൽ ഞാൻ ഉണ്ടാക്കണേനാണ്. ഉമ്മാക്ക് അതിനിട്ട് പരാതി ഇല്ല. നമുക്ക് അറിയില്ല എന്നുള്ളതിന്റെ ഒരു പരാതി ഒന്നും ഉമ്മാക്കില്ല. ഞാൻ ഇത് ഉമ്മാക്ക് കൊണ്ടുകൊടുത്തിട്ട് വരാട്ടാ. ആ, കൊടുത്തോളി. അല്ല, ഇതെന്താ തിരുമ്പാനുള്ളത് വാഷിംഗ് മെഷീനിൽ ഇട്ടില്ലേ? പിന്നെ എന്താ ഇത് കയ്യില്? ഇതോ? ഇത് ഉമ്മാന്റെ മാക്സിയും ഒരു ഷാളുമാണ്. നമ്മളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിക്കണ് തിരുമ്പാന്. പിന്നെ പണ്ടത്തെ ആൾക്കാരല്ലേ, ഓൽക്ക് വാഷിംഗ് മെഷീനിലൊന്നും തിരുമ്പണ ഇഷ്ടം ഉണ്ടാവില്ല. ഉമ്മക്ക് കല്ലില് തിരുമ്പിയാലേ തൃപ്തിയാവുള്ളൂ. അപ്പൊ ഞാൻ അത് ഉണ്ട് കല്ലുമ്മ തിരുമ്പും. നമ്മളതൊക്കെ നമ്മള് വാഷിംഗ് മെഷീനിൽ ഇട്ടിക്കുന്നേന്. അത് ഉമ്മാനോട് തന്നെയാണ് തിരുമ്പാൻ പറഞ്ഞൂടെ? അമ്മാന്റെ മാത്രല്ലേ ഉള്ളൂ. അമ്മ എന്നാ കല്ലിൽ തിരുമ്പിക്കോളല്ലോ. നമ്മളത് വാഷിംഗ് മെഷീനിൽ ഇട്ടിക്കണില്ലേ? അത് ഞാൻ പറഞ്ഞതാ ഓളോട്. ഓള് കേക്കൂല. ഞാൻ എപ്പോഴും പറച്ചിലുണ്ട് ഓളോട്, ഞാൻ തിരുമ്പിക്കോളാന്ന്. എത്ര പറഞ്ഞാലും ഓള് കേക്കൂല. ആ, അതൊക്കെ പോട്ടെ. ഉമ്മ എത്ര അരി ഇടണ്ട്? ആ, അതൊരു 2 ഗ്ലാസ് ഇട്ടാ മതിയടി. അതിന് മാത്രം ആളല്ലേ ഉള്ളൂ നമ്മള്. 2 ഗ്ലാസ് മതി. ആ, ആയിക്കോട്ടെ. മീൻ എന്തേണ്ട്? പൊരിക്ക അതോ കറി വെക്കാണ്ട്? മീനോ? ആ, മീനാണ് പൊരിക്കും ചെയ്താളെ, കറി വെക്കണ്ട. പൊരിക്കേ? ആ, ആയിക്കോട്ടെ എന്നാ. എന്തിനാ ഈ അരിയുടെ കണക്കും കാര്യങ്ങളൊക്കെ ചോദിക്കണേ? താത്താക്ക് അറിയില്ലേ എന്നും വെക്കണ അളവെന്നെ എടുക്കാന്? ഇക്കറിയാം അത്ര അരി ഇടണ്ടെന്ന്. എന്നാലും ഞാൻ ഉമ്മാനോട് ചോദിച്ചിട്ട് എല്ലാം ചെയ്യുള്ളൂ. ഞാൻ പോയി തിരുമ്പിടട്ടോ. ഓ, എന്റേത് ഉമ്മാനോട് ചോദിച്ചിട്ട് തന്നെ ചെയ്യണമെന്ന് വെച്ചാല് സ്വാതന്ത്ര്യം ഇല്ലാത്തത്. ആ, മോളെങ്ങണ്ടാ? ഞാൻ ബാങ്ക് വരെ പോവാ. ഓനോട് പറഞ്ഞോ പോണത്? എന്തിനാ ഇപ്പൊ ഓരോട് ചോദിക്കേണ്ട ആവശ്യം? ഈ അടുത്ത് വരെ പോവാൻ വേണ്ടിട്ട്. ഞാൻ ചെറിയ കുട്ടിയൊന്നല്ലല്ലോ. ഞാൻ പെട്ടെന്ന് തന്നെ പോയി വരും. ഓരോടൊക്കെ ചോദിച്ചു പോവാം. മോള് പറഞ്ഞതില് കാര്യത്തിൽ എടുക്കണ്ട. ഓള് വെറുതെ, ഓളെ മനസ്സിലൊന്നും ഉണ്ടാവൂല. ഓള് വെറുതെ പറഞ്ഞതേക്കാരം. വരി, നമുക്ക് ചായ കുടിക്ക. ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ, ചായ കുടിക്കന്നാ നമ്മക്ക്. ഉം.
ആ ഈ ബാങ്ക് പോയി എന്നാ? ആ പോയി വന്ന്. ഒക്കെ ശരിയായിരുന്നിട്ട്? ആ ഇനി നാളെയും കൂടി ഒന്നുകൂടി പോവാണ്ട്. ഇന്നിപ്പോ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോമും കാര്യങ്ങളൊക്കെ കൊടുത്തു പോന്നു. ഇനി നാളെ എന്താ സൈൻ ചെയ്യാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും ചെയ്യാണ്ട്. പിന്നെ ഒന്നവിടെ നിന്നാളാ. ആ നമ്മളെ ഉമ്മാര് ജീവിച്ചിരിക്കണ കാലത്തോളം നമ്മൾ ഓരോട് സമ്മതൊക്കെ ചോദിക്കുള്ളൂ. എങ്ങോട്ടേലും പോവാണെങ്കില് നമ്മൾ ഉമ്മാരോട് സമ്മതം ചോദിക്കും. ഞങ്ങൾ പോട്ടെ എന്നുള്ളത് നമ്മൾ ചോദിക്കൂലേ? അത് ഓൾക്ക് വലിയൊരു സന്തോഷേക്കാരം. നമുക്ക് ആ ചോദിക്കണപ്പത്തെ ആ ഒരു ചോദിക്കുമ്പോഴുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. നമ്മളൊരു രണ്ട് വാക്ക് അത്രല്ലേ ഉള്ളൂ. പക്ഷെ ഓലോട് നമ്മൾ പറഞ്ഞു പോകുമ്പോ ഓൾക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പൊ ഈ നേരത്തെ ചോദിച്ചില്ല എന്നോട്, ഈ അരി ഇടുന്ന സമയത്ത് എന്തിനാണ് നിങ്ങൾ വെറുതെ ഉമ്മാനോട് ചോദിക്കണെന്നുള്ളത്. നിക്കറിയാ എത്രയാണ് ഇടണ്ട് എന്നുള്ളതൊക്കെ നിക്കറിയാം. എത്രയാണ് അരി ഇടണ്ട് എന്ന് നിക്കറിയാം. ഇനിയിപ്പോ ഇവിടെ ഒരു മീൻ കൊടുന്നാ പോലും ഞാൻ ചോദിക്കും ഉമ്മാട്, ഇത് എന്താ കറി വെക്കാണോ പൊരിക്കാണോ എന്ന് ഞാൻ ഉമ്മാട് ചോദിക്കും. ആ എന്തിനാന്നറിയോ? അത് ഓൾക്ക് കേൾക്കണ ഒരു പ്രത്യേക ഒരു എന്താ പറയാ, അവർക്കൊരു സന്തോഷാണ് അത്. നമ്മളത് പറയണതും നമ്മൾ ചോദിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ചോദിക്കാതെ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വിചാരിക്കണ്ട, ആ നമ്മളിപ്പോ ചോദിക്കണില്ല, ഓല ആരും ഇല്ലാത്തോണ്ടല്ല നമ്മൾ ചോദിക്കാത്തെന്ന് വെക്കാരം. പിന്നെ ഈ അങ്ങനെ തന്നെ പെരുമാറണം നമ്മളമ്മാട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, ഈ അമ്മായിമ്മമാര് തൊട്ടേനും പിടിച്ചേനും ഒക്കെ കുറ്റം പറഞ്ഞ ആൾക്കാരാണ്, എപ്പോഴും ചീത്ത പറഞ്ഞ ആൾക്കാരാണ് എന്നൊക്കെ ഞാൻ അതേന്ന് കരുതിയത്. പക്ഷെ ഇവിടെ വന്നപ്പോ നേരെ മറിച്ചായി. കാരണം എന്താ വെച്ചാല് ഇന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ഉമ്മാനെ എനിക്ക് കിട്ടിയത്. ഈയും അങ്ങനെ തന്നെ ഉമ്മാനോട് പെരുമാറണം. അന്റെ ഉമ്മാനെ എങ്ങനെയാണോ ഈ കാണുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ ഉമ്മാനും കാണാൻ ശ്രമിക്കണം. മനസ്സിലാവുണ്ടോ? ഇനി ഇന്നോട് എനക്കൊരു ദേഷ്യം തോന്നരുത്, ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഇതുപോലെയാണോ നിങ്ങൾ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു.